ഇന്ത്യക്കെതിരെ തീവ്രവാദ ആക്രമണം നടത്തുന്ന ഭീകരന്മാർക്ക് ഒരു ബ്രേക്ക് കൊടുത്ത് അജ്ഞാതൻ ഇപ്പോൾ ഇന്ത്യ വിരുദ്ധരെ തിരഞ്ഞുപിടിക്കലാണ്. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ പറഞ്ഞ് കുപ്രസിദ്ധനായ ബംഗ്ലാദേശ് നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിക്ക് കഴിഞ്ഞ ദിവസം വെടിയേറ്റു എന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ആരാണ് ആക്രമണം നടത്തിയത് എന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഡിസംബർ 12-നാണ് സംഭവം. ഉസ്മാന്റെ നില ഗുരുതരമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇൻകുലാബ് മഞ്ചിന്റെ ഉന്നത നേതാവാണ് ഉസ്മാൻ ഹാദി. ധാക്ക 8 നിയോജക മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തും ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ തെരുവ് മുന്നേറ്റത്തിലെ പ്രധാന നേതാവായിരുന്നു ഇയാൾ. ഉസ്മാൻ ഹാദി ഒരു റിക്ഷയിൽ ബിജോയ് നഗറിലേക്ക് പോകുമ്പോൾ മോട്ടോർ സൈക്കിളിലെത്തിയ ബൈത്തുസ്സലാം ജാം പള്ളിക്ക് മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് നേരെ വെടിയുതിർക്കുകയും തുടർന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഷെരീഫ് ഉസ്മാൻ ഹാദിക്കെതിരായ ആക്രമണത്തിന് പിന്നിലുള്ളവരെയും ആസൂത്രണം ചെയ്തവരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്ന് മുഖ്യ ഉപദേഷ്ടാവ് പ്രൊഫസർ മുഹമ്മദ് യൂനുസ് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി ജമുനയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പരാമർശിച്ചത്. ഇടക്കാല സർക്കാരിന്റെ കാലത്ത് നടന്ന ഏറ്റവും ആശങ്കാജനകമായ സംഭവങ്ങളിൽ ഒന്നാണ് ഹാദിക്കെതിരായ ആക്രമണമെന്ന് യൂനുസ് പറഞ്ഞു. ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പുരോഗതിക്ക് നേരെയുള്ള മനഃപൂർവ്വമായ ആക്രമണമാണിതെന്നും അദ്ദേഹം വിലയിരുത്തി. ഷെരീഫ് ഉസ്മാൻ ഹാദിക്കെതിരായ ആക്രമണത്തിന് പിന്നിലുള്ളവരെയും ആസൂത്രണം ചെയ്തവരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം എന്നാണ് മുഹമ്മദ് യൂനുസ് പറയുന്നത്. വെള്ളിയാഴ്ച രാത്രി ജമുനയിലെ സ്റ്റേറ്റ് ഗസ്റ്റ് ഹൌസിൽ ചേർന്ന അടിയന്തര യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടക്കാല സർക്കാരിന്റെ കാലത്ത് നടന്ന ഏറ്റവും ആശങ്കാജനകമായ സംഭവങ്ങളിൽ ഒന്നാണ് ഹാദിക്കെതിരായ ആക്രമണം. ബംഗ്ലാദേശിന്റെ ജനാധിപത്യ പുരോഗതിക്ക് നേരെയുള്ള മനഃപൂർവ്വമായ ആക്രമണമാണ് ഇത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്ത് വില കൊടുത്തും അത്തരം ശ്രമങ്ങളെ തങ്ങൾ പരാജയപ്പെടുത്തും. രാഷ്ട്രത്തിന് നേരെ ദുഷ്ടശക്തികൾ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല എന്നും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും യൂനുസ് പറഞ്ഞു. 2026 ഫെബ്രുവരി 12-നാണ് ബംഗ്ലാദേശിൽ ദേശീയ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരായി 2024 ജൂലൈയിലെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ജൂലൈ ചാർട്ടറും അതേസമയം നടക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ AMM നാസിർ ഉദ്ദീൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു. 2024 ജൂലൈയിലാണ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രസ്ഥാനം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് തുടക്കമിട്ടത്. പിന്നീട് ഓഗസ്റ്റ് 5-ന് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. അതിനുശേഷം നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ രൂപീകരിച്ചു. തിരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കൂടാതെ പാർട്ടിയുടെ രജിസ്ട്രേഷൻ താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർത്തിവെച്ചു. അതേസമയം മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയുടെ മകനും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാൻ 17 വർഷത്തെ ലണ്ടൻ പ്രവാസത്തിനു ശേഷം ഡിസംബർ 25-ന് രാജ്യത്തേക്ക് തിരിച്ചെത്തുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ BNP ഒരു പ്രധാന രാഷ്ട്രീയ ശക്തിയായി മത്സരിക്കുന്നുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക പാർട്ടിയായ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയും തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാന എതിരാളിയാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് എതിരായ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥികൾ രൂപീകരിച്ച നാഷണൽ സിറ്റിസൺ പാർട്ടിയും രംഗത്തുണ്ട്. ബംഗ്ലാദേശ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുക എന്നതാണ്. മുൻകാലങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ആക്രമണങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.